ആക്ച്വലി ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് അറിയാലോ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. എൻ്റെ ആദ്യമൊക്കെ ഭയങ്കര പേടിയും ഒരു ഇതുണ്ടായിരുന്നില്ല, നമ്മളെ കൊണ്ട് ഇത് പുള്ളി ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ആ ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളൊരു കോർപ്പറേറ്റ് വേൾഡിൽ പോകുമ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കണം, ലാംഗ്വേജ് ഇഷ്യൂ വരുമോ, അങ്ങനെ കുറേ ടെൻഷൻസും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ റെസ്യൂമേഴ്സൊക്കെ അറിയാവുന്നവരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ റെസ്യൂമേ കൊടുത്തു, പക്ഷെ ഒന്നും അങ്ങോട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും ചോദിക്കുമ്പോൾ പറയുന്നത് ഇപ്പം ഫ്രഷേഴ്സിനെ അങ്ങനെ എടുക്കുന്നില്ല എന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കോക്കോനട്ടിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിരുന്നു, പുതിയൊരു SAP ABAP. ശരിക്കും SAP എന്താണെന്നോ SAP ABAP എന്താണെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അറിയാവുന്ന കുറച്ച് പേരോട് ഇങ്ങനെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു SAP എന്താണ്, ഒരു ജസ്റ്റ് ഒരു ഐഡിയ തന്നു. അപ്പോഴും നമുക്ക് ഇൻഡെപ്ത് ഇത് എന്താണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇതിന് കുറേ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്. അപ്പം ഈ പുതിയ ടെക്നോളജീസ് നമുക്ക് അറിവുണ്ടെങ്കിൽ, നമുക്ക് അതിനകത്തൊരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ഇപ്പം SAP ECCയിൽ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം റാപ്പ്, അതുപോലെ തന്നെ SAP HANA, സിയോറി, ഇതൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഫീൽഡിൽ കിട്ടാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ഇവിടുത്തെ കോഴ്സിനുള്ളിൽ അതെല്ലാം കവർ ചെയ്യുന്നുണ്ടായിരുന്നു. സോഫ്റ്റ് സ്കില്ലാണെങ്കിലും കോൺഫിഡൻസ് ആണെങ്കിലും കുറേ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. കോഴ്സസ് എല്ലാം ഇൻഡെപ്ത് നോളജും അതുപോലെ റിയൽ ടൈം സിനാരിയോസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. റിയൽ ടൈം പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് നമുക്ക് ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെയാണ് ഓരോ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യേണ്ടത്, അവർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സിനാരിയോസ് ഒക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് സ്കില്ലും കമ്മ്യൂണിക്കേഷനും ഒക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ആ ഒരു ചേഞ്ച് നമുക്ക് തന്നെ പേഴ്സണലി നോക്കുമ്പം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് കൂടി. ഞാൻ വിചാരിച്ചു കോൺഫിഡൻസ് കൂടാൻ എന്തെങ്കിലും എക്സ്ട്രാ ടിപ്സ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെയൊക്കെയാണ് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നുണ്ടായിരുന്നു. പ്രോമിസിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ക്രാക്ക് ദാറ്റ്. ആ ഒരു കോഴ്സ് മാത്രം, അതായത് ഇപ്പോൾ ടെക്നിക്കലി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ വേറെ ഞാൻ കുറേ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏത് ചൂസ് ചെയ്യണം നമുക്കൊരു ഡൗട്ട് തോന്നുമല്ലോ. അപ്പോൾ ബാക്കി എല്ലാത്തിനും ഇപ്പോൾ ടെക്നിക്കൽ കാണും. പക്ഷെ അതെല്ലാം കൂടാതെ നമ്മളെ ശരിക്കും ആസ് എ പേഴ്സൺ നമ്മളൊരു ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിലോട്ട് പോകുമ്പോൾ മൊത്തത്തിലുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടെക്നിക്കലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മെയിലൊക്കെ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അതും എല്ലാം നമുക്ക് ആ ഒരു ട്രെയിനിങ് എല്ലാം തരുന്നുണ്ട്. പഠിച്ചിറങ്ങിയിട്ട് ഈസി ആയിരുന്നു, പക്ഷെ പഠിക്കുന്നതിന് മുന്നേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ, ഇത് എങ്ങനെയായിരിക്കും, കാരണം നമുക്കറിയില്ല കോർപ്പറേറ്റ് വേൾഡ് എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. പക്ഷേ പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്കിപ്പം അത് പേഴ്സണലി ഇപ്പോൾ നമുക്കൊരു മെയിൽ അയക്കാനാണെങ്കിലും അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് മെയിലൊക്കെ അയക്കാനാണെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് പറ്റുന്നുണ്ട്. എല്ലാം നമുക്ക് ഇപ്പോഴത്തെ ഇപ്പം AI ടെക്നോളജീസുമായിട്ടുള്ള അതിനെപ്പറ്റിയും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡിനിലാണെങ്കിലും ഇപ്പം നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പം അങ്ങനെ എല്ലാ പെർസ്പെക്റ്റീവിലും നമുക്കൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിനെല്ലാം നമ്മൾ കേപ്പബിൾ ആക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു ട്രെയിനിങ് പാക്കേജ്. ജോബിൻ്റെ ഒരു അഷുറൻസ് എന്താണെന്ന് ചോദിച്ചപ്പം ആദ്യം തന്നെ പറയുന്നത് ജോബ് കയ്യിൽ തരും എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളുടെ കയ്യിലാണത്. നമ്മൾ പഠിക്കുക, നമ്മൾ മാക്സിമം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുക. ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്ത് തരും. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. അത് ഇവിടുത്തെ ആ ഒരു ക്ലാസ്സിൻ്റെ മെച്ചം കൊണ്ട് തന്നെയാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ക്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ടോപ്പ് MNCയിൽ പ്ലേസ്ഡ് ആവാനും പറ്റി. ആൻഡ് താങ്ക്സ് ടു കോക്കനട്ട് ഫോർ ദാറ്റ്. കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് തോന്നുന്നുണ്ട് പേ സ്കെയിൽ, ബിക്കോസ് ഡിമാൻഡ് ചെയ്യുന്ന സാധനമാകുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇതും കൂടുമല്ലോ പേ സ്കെയിലും. അതെ, SAP കൺസൾട്ടൻ്റ് ആയിട്ടാണ് കയറിയിരിക്കുന്നത്. അതും ഉടനെ ജോയിൻ ചെയ്യും. ആൻഡ് ഐ എം സോ ഹാപ്പി.